രാജസ്ഥാനിലെ ജയ്പൂരിൽ അമ്മയെ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ 23-കാരിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് യുവതി അമ്മയെ കൊലപ്പെടുത്തിയത്. അതും സർക്കാർ ജോലി തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കടുംകൈ പെൺകുട്ടി ചെയ്തിരിക്കുന്നത്. LLB വിദ്യാർത്ഥിനി ആയുഷി ശർമ്മയ്ക്കെതിരെയാണ് ഇപ്പോൾ അമ്മയുടെ സഹോദരൻ രംഗത്ത് വന്നിരിക്കുന്നത്. അമ്മയെ കൊന്ന മകൾ നേരത്തെ അച്ഛനെയും കൊലപ്പെടുത്തിയിരുന്നോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉന്നയിക്കുന്നത്. 2025 ഏപ്രിലിൽ ആയുഷിയുടെ പിതാവ് വിജയ് ശർമ്മയുടെ മരണവും കൊലപാതകമാണെന്നും ഇതിന് പിന്നിലും ആയുഷിയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ജൂലൈ 3-നാണ് ആയുഷിയുടെ അമ്മയും സർക്കാർ ജീവനക്കാരിയുമായ നീരജ് ശർമ്മയെ ജയ്പൂരിലെ പ്രതാപ് നഗറിൽ വെച്ച് കാർ ഇടിപ്പിച്ച് ആയുഷി കൊലപ്പെടുത്തിയത്. റോഡ് അപകടമെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഇത് മകൾ ചെയ്തതാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അമ്മയോടുള്ള പകയും കുടുംബസ്വത്ത് തർക്കവുമാണ് കൊലപാതകത്തിന് കാരണമെന്ന് ആയുഷി പോലീസിനോട് പറഞ്ഞു. 2024-ൽ മസ്തിഷ്കാഘാതം സംഭവിച്ച് ചികിത്സയിലായിരുന്ന പിതാവിന് ആയുഷി കൃത്യമായ ചികിത്സ നൽകിയില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പിതാവിന്റെ മരണവും ഒരു കൊലപാതകമാണ് എന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അച്ഛന് ഗവൺമെന്റ് ജോലിയായിരുന്നു. അച്ഛന്റെ മരണശേഷം ഈ ഒരു ജോലി അമ്മയ്ക്ക് ലഭിച്ചു. അങ്ങനെ ആയുഷിക്ക് അതൊട്ടും ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നില്ല. ഒടുവിൽ അമ്മയെയും ആയുഷി തീർക്കുകയായിരുന്നു. അതിനുശേഷമാണിപ്പോൾ അച്ഛനെയും നേരത്തെ ആയുഷി തന്നെ കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ ബന്ധുക്കൾ സംശയം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ആയുഷിയെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു.